നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്തെന്നാൽ വിജയ് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അല്ലേ. അതിനെല്ലാം ഉത്തരമാണ് 2018 കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. സിനിമകളിൽ പോലും കാണാൻ സാധിക്കാത്ത വലിയ ട്വിസ്റ്റുകളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്. എന്താ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കണേ. നാളെ എന്താണ് സംഭവിക്കാനിരുന്നത് നിങ്ങൾക്കറിയാവോ? നാളെ രാവിലെ 10 മണിക്ക് ചെന്നൈയിലുള്ള ജവഹർലാൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് വിജയ് ഉണ്ടല്ലോ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും അവിടെ ഒരുക്കി, പന്തലൊരുക്കി, VIPസിനുള്ള പ്രത്യേക സീറ്റിംഗ്, വലിയ പരിപാടിയാണല്ലോ. കാരണം വിജയുമാണ്, ഒരുപാട് ആക്ടേഴ്സും അവർക്കുള്ള ഇൻവിറ്റേഷനും, അങ്ങനെ എല്ലാ കാര്യങ്ങളും അത്രയും പ്രിപ്പറേഷൻ വേണം. വലിയൊരു ഇവൻ്റാണ്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ TVKയുടെ ഇവൻ്റൊക്കെ എങ്ങനെയായിരിക്കും, കാണികൾക്കുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത എന്തെന്നാൽ ഗവർണർ ഉടക്ക് വെച്ചിരിക്കുകയാണ്. തമിഴ്നാട് ഗവർണർ എന്നുള്ളത് നമ്മളുടെ കേരള ഗവർണർ തന്നെയാണ്, അവിടെ ഇപ്പോൾ ഇൻചാർജാണുള്ളത്. അദ്ദേഹം അതിനൊരു ഉടക്ക് വെച്ചിരിക്കുകയാണ്. ഈ ഒരു അവസാന നിമിഷത്തിൽ കാര്യങ്ങൾ മൊത്തം കുഴഞ്ഞു മറിയുകയാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്നലത്തെ വീഡിയോ തീർച്ചയായിട്ടും കാണുക കേട്ടോ. അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും അതിൻ്റെ ടൈറ്റിലും തമ്മിൽ വരെ വിജയ് മുഖ്യമന്ത്രിയാകും, പക്ഷേ ആ ഒരു കുറച്ച് പാടാണെന്നുള്ള കാര്യമാണല്ലേ. അത് ഒരുപാട് പേര് അതിനെ എതിർത്തു. അങ്ങനെ ഒരു സംഭവമില്ല, വളരെ എളുപ്പമാണ്, അങ്ങനെയൊന്നുമല്ല. ഇപ്പോഴും നോക്ക്, വലിയൊരു കുതിര കച്ചവടത്തിലേക്കൊക്കെയാണ് ഇനി പോകാൻ പോകുന്നത്. MLA-മാരെ അങ്ങോട്ട് വലിക്കുന്നു, ഇങ്ങോട്ട് വലിക്കുന്നു, ഒരുപാട് കളികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എല്ലാം ഒരുങ്ങി, വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള പന്തലൊരുങ്ങി സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് ഗവർണർ ആദ്യം ഒരു പറഞ്ഞതാണ്. അവസാന നിമിഷം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ചരടുവലി ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പല കളികളും നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയ് എങ്ങനെയെങ്കിലുമൊക്കെ മുഖ്യമന്ത്രി ആകുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഞാൻ അങ്ങനെ ഇല്ലയെന്നൊന്നും പറയുന്നില്ല കേട്ടോ. മറിച്ച് ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് AIADMK ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കൂട്ടുകക്ഷിയാണ് BJP എന്നുള്ളത്. അപ്പോൾ അതുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയിട്ട് BJPക്ക് തമിഴ്നാട് നിയമസഭയിൽ ഒരു കൈകടത്തൽ അല്ലെങ്കിൽ ഒരു മേൽക്കൈ ഉണ്ടാക്കാനുള്ളൊരു ശ്രമമായിട്ടൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ കേരളത്തിൽ നടക്കുന്നൊരു കാര്യം ചെറുതായിട്ട് പറഞ്ഞു പോട്ടെ. ഇവിടെ കോൺഗ്രസ് UDF മിന്നുന്ന ജയം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അടികൂടലാണ്. എന്തുകൊണ്ടും തീർത്തും ഞാൻ ഇങ്ങനത്തെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഒന്നും പറയാറില്ല, പക്ഷേ നമുക്കറിയാം, ജനങ്ങൾക്ക്, ഞാനൊരു മലയാളിയല്ലേ, എന്തുകൊണ്ടും VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹനായിട്ടുള്ളതെന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്. 2021 വെറും 41 സീറ്റായിട്ട് കോൺഗ്രസ് UDF മൊത്തം തകർന്നു പോയപ്പോൾ ഈ 5 വർഷം കൊണ്ട് ആ ഒരു പ്രസ്ഥാനത്തെ പടുത്തുയർത്തിയിട്ട് ഈ ഒരു മിന്നുന്ന വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ച അത്രത്തോളം കരുത്തനായിട്ടുള്ള, സൗണ്ടായിട്ടുള്ള, കൃത്യമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന, നിലപാടുകളുള്ള, കൃത്യമായിട്ടുള്ള പ്രഡിക്ഷനുള്ള, അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്ന് വരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ച ഒരു മനുഷ്യനല്ലാണ്ട് ആര് മുഖ്യമന്ത്രിയാകാനാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു വശത്ത് രമേശ് ചെന്നിത്തല പക്ഷം അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം MLA ആണ്, ആ ഒരു ആവശ്യം നമുക്ക് പോട്ടെ, അതിനൊരു അർത്ഥമുണ്ടെന്ന് പറയാം. പക്ഷേ മറുവശത്തുണ്ടല്ലോ, മൂന്നാമതായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. അതായത് KC വേണുഗോപാൽ, അദ്ദേഹം ഇവിടെ മത്സരിച്ചിട്ടില്ല, MLA അല്ല, മറിച്ച് ആലപ്പുഴ MP ആണ്. ഞാൻ ആലപ്പുഴ ലോക്സഭാ നിയോജക മണ്ഡലമാണ്. അപ്പോൾ ഇവിടുന്ന് ജയിച്ചു പോയൊരു മനുഷ്യൻ, എനിക്ക് ഏറ്റവും വിയോജിപ്പുള്ളൊരു പരിപാടി എന്താണെന്ന്, ഇപ്പോൾ കോൺഗ്രസ് എന്നല്ല എല്ലാ പാർട്ടികളും കാണിക്കുന്നതാണ്, അത് UDF ആണെങ്കിലും LDF ആണെങ്കിലും BJP ആണെങ്കിലും ഒക്കെ കാണിക്കുന്ന ഒന്നാണ്. MLA സീറ്റ് രാജിവെച്ചിട്ട് MP ആയിട്ട് മത്സരിക്കാൻ പോവുക, MP സീറ്റ് രാജിവെച്ചിട്ട് MLA ആയിട്ട് മത്സരിക്കാൻ വരിക. ഇതെന്ത് മോശപ്പെട്ടൊരു പരിപാടി എന്നറിയാമോ? കാരണം ജനങ്ങളെ വഞ്ചിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തെ ജയിപ്പിച്ചു വിടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അടുത്ത 5 വർഷം ഇന്നൊരു ചുമതല ഞാൻ ചെയ്തോളാം എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ ജയിപ്പിച്ചു വിടുന്നതല്ലേ. MP ആണെങ്കിൽ നമ്മൾ പാർലമെൻറ്റിലേക്ക് നമ്മൾ പറഞ്ഞു വിടുകയാണ്, അടുത്ത 5 വർഷം നിങ്ങൾ ഞങ്ങളെ സേവിക്കെന്നും പറഞ്ഞിട്ട് ആ ഒരു നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് പറഞ്ഞു വിടുകയാണ്. MLA ആണെങ്കിൽ നമ്മളുടെ നിയമസഭയിൽ MLA ആകാനും മന്ത്രിയാകാനൊക്കെ നമ്മൾ ജയിപ്പിച്ചു വിടുകയാണ്. ഇതൊക്കെ രാജിവെച്ചിട്ടുണ്ടല്ലോ, നേരെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന ഈ പ്രവണതയൊന്ന് എല്ലാ പാർട്ടികൾക്കും അവസാനിപ്പിച്ചുകൂടെ? ഇനി KC മുഖ്യമന്ത്രി ആകണമെന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുക എന്നറിയാവോ? മുഖ്യമന്ത്രി ആകാം, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന്, 140 മണ്ഡലമുണ്ടല്ലോ, 102 UDF ജയിച്ചിട്ടുള്ളത്, അവിടെ ഒരു UDFൻ്റെ ജയിച്ചൊരു വ്യക്തി രാജിവെക്കണം. ഒന്നാമത് ചെയ്യുന്നത് അനീതികേടല്ലേ, കഷ്ടപ്പെട്ട് ജയിച്ച് ജനങ്ങൾ അദ്ദേഹത്തെയാണ് ജയിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് നിർബന്ധിച്ച് രാജിവെപ്പിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശപ്പെട്ട, ഇതുപോലെ തരം താഴ്ന്നൊരു പ്രവൃത്തിയാണത്. അതിനുശേഷം അവിടെ ബൈ ഇലക്ഷൻ വരും, അവിടെ KC വേണുഗോപാൽ മത്സരിച്ച് ജയിക്കണം. ഇവിടെ ജനങ്ങളെയാണ് നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ജനങ്ങൾ ഇടഞ്ഞു കഴിഞ്ഞാൽ അവരെ മണ്ടന്മാരാക്കുവാൻ തോന്നുവാണെങ്കിൽ KC വേണുഗോപാലിനെ അടക്കം തോപ്പിച്ച് വിടുമെന്ന് നിങ്ങൾ മറക്കണ്ട. ഇന്ത്യയിൽ ഇതേ അനുഭവം നേരിട്ടിട്ടുള്ള, ജനങ്ങളെ മണ്ടന്മാരാക്കിയപ്പോൾ അവർ പ്രതികരിച്ച ആ ഒരു സംഭവത്തിലൂടെ കടന്നു
പോയൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നുള്ളത്. അത് ഇന്ത്യയുടെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിലല്ല, ഇതേ കേരളത്തിൽ. പഴയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, പക്ഷേ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു സംഭവം പറയാം. വർഷം 2004 അന്ന് കേരളം എ കെ ആൻ്റണി ഗവൺമെൻറ്റാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് എ കെ ആൻ്റണിയും കരുണാകരനും തമ്മിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നമ്പി നാരായണൻ ISRO ചാരക്കേസൊക്കെ ഇല്ല, അതൊക്കെ പറഞ്ഞായിരുന്നു കരുണാകരനെ രാജിവെപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എ കെ ആൻ്റണി കയറുകയാണ്. 10 വർഷത്തോളം ആ പോരാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2004 ഇവർ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ലോഹ്യത്തിലാകുകയാണ്. അപ്പോൾ എ കെ ആൻ്റണി ഒരു കാര്യം ചെയ്യുകയാണ്. കരുണാകരൻ്റെ മകനായിട്ടുള്ള കെ മുരളീധരൻ ഉണ്ടല്ലോ, കെ മുരളീധരനെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയാക്കുകയാണ്. മിനിസ്റ്റർ ഓഫ് പവർ, വൈദ്യുതി മന്ത്രിയാക്കുകയാണ്. പക്ഷേ MLA ഒന്നുമല്ല, ഡയറക്റ്റ് മന്ത്രിയാക്കുകയാണ്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ എവിടുന്നെങ്കിലും ജയിച്ചു കയറിയാൽ മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. അങ്ങനെ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്ത് ജയിപ്പിച്ച വി ബൽറാം എന്ന് പറയുന്ന ഒരു വ്യക്തി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ നിർബന്ധിച്ച് രാജിവെപ്പിക്കുകയാണ്. അവിടെ മുരളീധരനെ മത്സരിപ്പിക്കുകയാണ്. ജനങ്ങൾ പണി കൊടുത്തു, മുരളീധരൻ തോറ്റു. അവിടെ CPIMൻ്റെ AC മൊയ്തീൻ ജയിക്കുകയാണ്. മുരളീധരന് 3 മാസത്തിനുള്ളിൽ, ഫെബ്രുവരിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്, മാർച്ച് ഏപ്രിൽ മെയ് 3-ാം മാസം നാണം കെട്ട്, അത്രത്തോളം നാണം കെട്ട് രാജിവെക്കേണ്ടി വരികയാണ്. ഈ ഒരു അനുഭവമുള്ള കോൺഗ്രസ് ഈ പണി ഒരിക്കലും ചെയ്യരുത്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യമല്ല പറഞ്ഞത്, മറിച്ച് ജനങ്ങളെ മണ്ടന്മാരാക്കുന്നത് എനിക്ക് സംസാരിക്കാമല്ലോ. എൻ്റെ ലോക്സഭാ മണ്ഡലമായിട്ടുള്ള ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാലിനെ ഞങ്ങൾ ലോക്സഭയിലേക്ക് അയച്ചിട്ടുള്ളത് പെട്ടെന്ന് രാജിവെച്ച് പോരാനല്ല, നിങ്ങളുടെ താല്പര്യത്തിനൊത്ത് ഇവിടെ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ട് ഇമാതിരി കളി കളിക്കാനല്ല, മറിച്ച് നിങ്ങളിലുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ്. 5 വർഷം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളുവെന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനങ്ങളെ മണ്ടന്മാരാക്കാൻ നിൽക്കരുത്. ഇവിടെ ബാക്കി ജയിച്ചവരിൽ ആരെങ്കിലുമൊക്കെ ആകട്ടെ, ചർച്ചകളും തർക്കങ്ങളൊക്കെ വന്നോട്ടെ, അതിന് പ്രശ്നമില്ല. പക്ഷേ എവിടെയോ കിടക്കുന്ന KC വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി തമിഴ്നാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ആൻഡ് ടേണിലേക്ക്, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണല്ലേ, 2018 കർണാടകയിൽ ഉണ്ടായിരുന്ന അതേ കളികളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ വിജയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ മുന്നിലുള്ള 3 വഴികളെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ TVK ജയിച്ചിട്ടുള്ളത് 108 മണ്ഡലങ്ങളിലാണ്. വിജയ് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ 107 MLA-മാരാണുള്ളത്. അവിടെ ഭൂരിപക്ഷം തെളിയിക്കാൻ വേണ്ട 118 സീറ്റാണ്. അതായത് 11 സീറ്റ് കൂടിയാണ് ഈ TVKയ്ക്ക് ആവശ്യമുള്ളതല്ലേ. അപ്പോൾ ഇന്നലെ ഏറ്റവും സാധ്യതയുള്ളൊരു കാര്യം ഞാൻ കൃത്യമായിട്ട് എടുത്തു നോക്കിയാൽ അറിയാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ് ഒരു ചായ്വ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക കേട്ടോ. SPA അലയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ DMKയും CPIയും CPIMും SDPIയും മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും എല്ലാം ഒരേ സഖ്യമാണ്. SPA എന്നാണ് പേര്. അപ്പോൾ കോൺഗ്രസിനൊക്കെ 20 വർഷമായിട്ട് ഈ സഖ്യമായിട്ട് ബന്ധമുണ്ട്, സ്റ്റാലിനുമായിട്ട് ബന്ധമുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് വേണം പോകാനായിട്ട്. സ്റ്റാലിൻ്റെ കാടൻ നിയമങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DMKയ്ക്ക് ഭൂരിപക്ഷം തയ്ക്കാനുള്ള സീറ്റ് കിട്ടിയാൽ കൂടെ മത്സരിക്കുന്ന ഈ സഖ്യകക്ഷികൾക്ക് ഞങ്ങൾ മന്ത്രിസ്ഥാനം കൊടുക്കില്ല എന്ന്. 2021 ഇലക്ഷന് കോൺഗ്രസിന് 18 സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ മന്ത്രിസ്ഥാനമൊന്നും കൊടുത്തില്ല. കാരണം DMKയ്ക്ക് ഭൂരിപക്ഷ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും കോൺഗ്രസ് ചാടാൻ നിൽക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അവസരം കിട്ടിയപ്പോൾ അവരതിൽ നിന്ന് വിട്ട് പുറത്തു വരാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ 5 സീറ്റായി. ഇനിയും 6 സീറ്റ് വേണം. മൊത്തം കൂടെ 11 സീറ്റാണ് എക്സ്ട്രാ വേണ്ടത്, 11 പിന്തുണയാണ് വേണ്ടത്. അപ്പോൾ 5 സീറ്റ് മാത്രമാണ് കോൺഗ്രസിൽ നിന്ന് കിട്ടുക. കോൺഗ്രസ് അവരുടെ സർക്കുലർ ഇറക്കുമല്ലോ, അതിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കാത്ത വർഗീയ ശക്തികളെ ഈ സഖ്യത്തിൽ നിന്ന് മാറ്റി നിർത്തണം എന്ന നിബന്ധനയോടെയാണ് ഞങ്ങളുടെ പിന്തുണ. ഇതാരെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് വ്യക്തമാണ്. BJP അല്ലെങ്കിൽ ഈ NDA സഖ്യത്തെ ടാർഗറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ തിടുക്കപ്പെട്ടുള്ള ഈ ഒരു മറുകണ്ഠം ചാടൽ എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? വലിയൊരു ഗെയിമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ചെസ് പ്ലേ പോലെയാണല്ലോ. അത്രത്തോളം ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മളെടുക്കുന്ന നീക്കങ്ങളും മണ്ടത്തരമായി പോകും. ഒരു ചെസ് ഗെയിം പോലെയല്ലേ. അപ്പോൾ കോൺഗ്രസിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ലക്ഷ്യം വ്യക്തമാണ്. AIADMK ആയിട്ട് ഒരു സഖ്യമുണ്ടാക്കുന്നത് തടയുക. ഈ AIADMKയിലാണ് ഇപ്പോൾ BJP ഉള്ളത്. അപ്പോൾ വിജയ് AIADMK ആയിട്ട് സഖ്യമുണ്ടാക്കിയാൽ BJP ആയിട്ട് സഖ്യമുണ്ടാക്കുന്നതിന് തുല്യമാണ്. അവരൊക്കെ പിന്നെ ഭായി ആയി, ഒരേ മുന്നണിയായല്ലോ. അങ്ങനെ ഒരു പ്രശ്നം തടയാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കമായിട്ടാണ് ഇത് കാണുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ 5 MLA-മാരെ കിട്ടി. പക്ഷേ ഇനിയും 6 MLA-മാർ വേണം. മുസ്ലിം ലീഗ് കൃത്യമായിട്ട് പറഞ്ഞു 2 MLA-മാരുണ്ട്. ഇല്ല, ഞങ്ങൾ സ്റ്റാലിനൊപ്പം തന്നെയാണ്. കാരണം സ്റ്റാലിൻ്റെ സപ്പോർട്ടിലാണ് അവർ എല്ലാവരും ജയിച്ചിട്ടുള്ളതല്ലേ. DMK പ്രവർത്തകരാണ് വിജയിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു സീറ്റ് പോയി. പിന്നീട് VCK ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല, എന്നാലും അതൊന്ന് പുനഃപരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPIയും CPIMും അവരുടെ തീരുമാനം വെള്ളിയാഴ്ച പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് മൊത്തം കൂടെ 4 സീറ്റുണ്ട്. എങ്കിലും വേണം ഇനി 2 സീറ്റ് മുകളിൽ കേട്ടോ. പക്ഷേ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ലോക്സഭയിലേക്കൊക്കെ ജയിപ്പിച്ച് വിടണമെങ്കിൽ ഈ സഖ്യത്തിൻ്റെ പങ്കാളിയായേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല തമിഴ്നാട്ടിൽ. അപ്പോൾ അതൊരു പ്രശ്നമാണ്. എന്താ തീരുമാനമെടുക്കുക നമുക്ക് അറിയില്ല. വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് TVKയുടെ ഒപ്പം ചേർന്നാൽ വരുന്ന ലോക്സഭാ ഇലക്ഷന് TVKയുടെ ബാനറിൽ അല്ലെങ്കിൽ അവരുടെ സഖ്യത്തിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്യാം. അതുകൊണ്ട് മാറാനുള്ള സാധ്യതയുണ്ട്.
അപ്പോൾ എന്തായാലും നാളെ സംഭവിക്കാനിരുന്ന കാര്യം എന്താണെന്നറിയാവോ? സാധാരണഗതിയിൽ സംഭവിക്കുക, ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒറ്റക്കക്ഷിയുണ്ടല്ലോ, ഗവർണർ അവരെ ക്ഷണിക്കുകയും അവർ ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു മെജോറിറ്റി ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് തെളിയിക്കേണ്ടത് ഗ്രൗണ്ടിലാണ്, ഫ്ലോറിലാണ്. എന്താണ് ഫ്ലോർ? മറ്റൊന്നുമല്ല, നിയമസഭയാണല്ലേ. ഈ നിയമസഭയിൽ തെളിയിച്ചാൽ മതി സത്യം പറഞ്ഞാൽ. അല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് കൃത്യമായിട്ട് തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള 2 സുപ്രീം കോടതി വിധിയുണ്ടെന്ന് ഓർക്കുക. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുക നോക്കുകയാണെങ്കിൽ, ഗവർണർ ഇവരെ ക്ഷണിക്കണം ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട്. അല്ലാതെ വിരുന്നിനല്ല ക്ഷണിക്കേണ്ടത്. നിങ്ങൾ ഈ ഒരു ഗവൺമെൻറ് രൂപീകരിക്കുമെന്നും പറഞ്ഞ് ക്ഷണിക്കണം. പക്ഷേ ഗവർണർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല. വിജയ് ഗവർണറെ പോയി കാണുകയാണ്, ചർച്ച ചെയ്യുകയാണ്. അങ്ങനെ ഒരു ധാരണയിലെത്തുകയാണ്. നാളെ സത്യപ്രതിജ്ഞ ചെയ്യാം, എല്ലാം റെഡിയായി. ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു മൗനസമ്മതം എന്നുള്ള രീതിയിൽ ഒരു അനുമതിയും കിട്ടുകയാണ്. അങ്ങനെ ചെന്നൈയിലുള്ള ജവഹർലാൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വിജയ്ക്ക് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പന്തലൊരുങ്ങുകയാണ്. വലിയ സെറ്റപ്പാണെന്ന് നമുക്ക് വിജയുടെ മാനാട് നമ്മുടെ സംസ്ഥാന സമ്മേളനമൊക്കെ കണ്ടവർക്കറിയാം. വലിയ രീതിയിൽ സെറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലേ. അങ്ങനെ ഇരിക്കെ ഈ അവസാന നിമിഷം ഗവർണർ കാലുമാറുകയാണ്. ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ തനിക്ക് സംശയം, ആ ഒരു സംശയമാണിപ്പോൾ ഗവർണർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഗവർണർ ഈ ഒരു 118 പേരുടെ പിന്തുണ കത്ത്, അതായത് ഞങ്ങൾ 118 പേര് പിന്തുണയ്ക്കണമല്ലോ, പിന്തുണയ്ക്കുന്ന ആ ഒരു പ്രൂഫ്, അവരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു കത്ത് ഗവർണർ ചോദിച്ചിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നാളെ മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ ചെറിയൊരു ഈവൻ്റ് തന്നെ മുടങ്ങിയാൽ എന്ത് വിഷമായിരിക്കും നമുക്ക് വരുന്നത്? ഒരു ട്രിപ്പ് മുടങ്ങിയാൽ എന്ത് വിഷമായിരിക്കും വരുന്നത് അല്ലേ? നമുക്ക് പല പ്രതികൂല സാഹചര്യങ്ങൾ വരാം. അപ്പോൾ ഒരു പാർട്ടി രൂപീകരിച്ച് മിന്നുന്ന വിജയം കാഴ്ചവെച്ച് മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു അവരോഹണം നടത്താനായിട്ട് നാളെ ഇരിക്കെ ഗവർണർ ഉടക്ക് വച്ചിരിക്കുകയാണ്. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്താൽ മാത്രമേ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കാൻ സാധിക്കത്തുള്ളൂ. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കൊക്കെ അല്ലേ. പക്ഷേ അതാണിപ്പോൾ ബ്ലോക്കായിരിക്കുന്നത്. ഇവിടെ ഈ അവസാന നിമിഷം എന്താണ് സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളതെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം. നമ്മളും കുറേ കാര്യങ്ങളും വാർത്തകളും രാഷ്ട്രീയ കുതിരക്കച്ചവടങ്ങളൊക്കെ കാണുന്നതാണല്ലോ. SPS സഖ്യത്തിൽ നിന്ന് 11 സീറ്റ് അടർത്തിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് വിജയിക്കുള്ള വഴി എന്തെന്നാൽ ഒന്ന് DMK ആയിട്ട് അലയൻസ് വയ്ക്കുക എന്നുള്ളതാണ്. അതൊരിക്കലും ചേരില്ല. പിന്നീട് AIADMK മാത്രമാണ് പ്രതീക്ഷ. ഒന്നെങ്കിൽ കുറച്ച് MLA-മാരെ ചാക്കിട്ട് പിടിക്കുക, അവിടുന്ന് അവരെ പാർട്ടി പിടിപ്പിച്ച് മൊത്തത്തിൽ ഇങ്ങോട്ട് എടുക്കുക എന്നൊരു പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. അത് വലിയൊരു ടാസ്ക്കാണ് സത്യം പറഞ്ഞാൽ. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്ന വഴി എന്താണ്? ഇതേ AIADMK ആയിട്ട് സഖ്യം രൂപീകരിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതുപോലെ AIADMK ആയിട്ട് സഖ്യം രൂപീകരിക്കുക എന്ന് വെച്ചാൽ അത് BJP ആയിട്ടോ അല്ലെങ്കിൽ NDA ആയിട്ടോ സഖ്യം രൂപീകരിക്കുന്നത് പോലെയാണ്. കാരണം ഇവരെല്ലാം പിന്നീട് ഒറ്റ കൂട്ടുകെട്ടാവും. വിജയെ സംബന്ധിച്ച് അത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം വിജയ് തുടക്കം മുതലേ മുമ്പോട്ട് വെച്ച ആശയം എന്തെന്നാൽ ഈ BJPക്കും മോദിക്കുമെതിരെ, ഈ മതപരമായിട്ടുള്ള വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കെതിരെ കാഞ്ഞടിച്ച് പരസ്യമായിട്ട് അദ്ദേഹം പറഞ്ഞതാണ് സംസ്ഥാന സമ്മേളനങ്ങളിലല്ലേ. അതുകൊണ്ട് വിജയ്ക്ക് ഈ സാഹസത്തിന് മുതിരാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കാലം പറഞ്ഞ ഐഡിയോളജീസിന് നേരെ താൻ തന്നെ തുടക്കത്തിൽ തന്നെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരിയുമല്ലേ. ജനങ്ങളാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ നടക്കുന്ന കളി എന്തെന്നാൽ എനിക്ക് തോന്നുന്നത് ഇതേ AIADMKയുടെ സപ്പോർട്ട് വിജയ് തേടണം എന്നുള്ളൊരവസ്ഥ, ആ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുമല്ലോ, ആ ഒരു പ്രഷർ ഉണ്ടാക്കുമല്ലോ, അങ്ങനൊരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള കളികളാണോ നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വിജയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഒന്നെങ്കിൽ അടർത്തിയെടുക്കുക, പാർട്ടി പിടിപ്പിക്കുക. അതെത്ര പേര് വിടുമെന്ന് നമുക്കറിയത്തില്ല. അവർക്കിപ്പോഴും 47 MLA-മാരാണുള്ളത്. അതിൽ നിന്ന് ഒരു 6 പേരെ അടർത്തിയെടുത്തു കഴിഞ്ഞാൽ വിജയ്ക്ക് രക്ഷപ്പെടാം. പക്ഷേ പാർട്ടി മൊത്തത്തിൽ അവരുമായിട്ടൊരു സഖ്യമുണ്ടാക്കാൻ വിജയ് നിർബന്ധിതനാകുന്നു. ഇങ്ങനെ പ്രഷർ ചെയ്തൊരു സമ്മർദ്ദത്തിലാക്കിയിട്ട് നേടുക എന്ന് പറയത്തില്ലേ. രാഷ്ട്രീയത്തിൽ എപ്പോഴുമുള്ളൊരു സംഭവമാണ് സമ്മർദ്ദത്തിലാക്കി അല്ലെങ്കിൽ തനിക്കാക്കി വടക്കാക്കുക എന്നൊക്കെ പറയുന്ന രീതി. അതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഗവർണർ ഉടക്ക് വെച്ചു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ എന്താണ് ഒരു ഗവർണർ ചെയ്യേണ്ടത്. ഇവിടെ ഗവർണറിൻ്റെ ഉത്തരവാദിത്തം ഡിസ്ക്രിഷനാണ്. കുറച്ച് ഡിസ്ക്രിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് 2 സുപ്രധാന സുപ്രീം കോടതി വിധിയുണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന് 1994 S. ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആണ്. അതിൽ സുപ്രീം കോടതി പറയുന്നൊരു കാര്യമുണ്ട്, ഭൂരിപക്ഷമൊക്കെ തെളിയിക്കേണ്ടത് നിയമസഭയിലാണ്, ഫ്ലോറിലാണ് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഗവർണർ ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റക്കക്ഷിയുണ്ടല്ലോ അവരെ ഗവൺമെൻറ് രൂപീകരിക്കാനായിട്ട് ക്ഷണിക്കുക. അതിനുശേഷം അവർ ഗവൺമെൻറ് രൂപീകരിക്കണം. എന്നിട്ട് നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചോട്ടെ. അതവിടെ ഗവൺമെൻറ് പ്രൊസീജിയറായിട്ട് നടക്കും. മറ്റ് എതിർകക്ഷികൾക്ക് അവിശ്വാസ പ്രമേയം പാസ്സാക്കാം. ഭൂരിപക്ഷമില്ലെങ്കിൽ ഇവർക്ക് താഴെ ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഗവർണർ അതിന് മുതിരരുത്. മാത്രമല്ല ഈ ഒരു വിധി തന്നെയാണ് കേന്ദ്ര സർക്കാരുകൾക്ക് ഒരുപാട് ഗവൺമെൻറ്റുകളെ, സംസ്ഥാന ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാനുള്ള അധികാരമൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് 2006 ബീഹാറുമായി ബന്ധപ്പെട്ട ഒരു സുപ്രീം കോടതി വിധി
രീതിയാണ്. അതായത് മുമ്പത്തെ വർഷം 2005 ബീഹാർ ഗവർണർ അവിടുത്തെ നിയമസഭ പിരിച്ചുവിടുകയാണ്. 2006 ഇത് സുപ്രീം കോടതിയിൽ എത്തി. സുപ്രീം കോടതിയുടെ വിധി എന്തെന്നാൽ ഗവർണറുടെ ഈ പിരിച്ചുവിടലുണ്ടല്ലോ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ, ഭരണഘടനാ വിരുദ്ധമായിരുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാഷ്ട്രപതി ഭരണം അല്ലെങ്കിൽ ഇതുപോലെ പിരിച്ചുവിടൽ അതിനൊക്കെ മുമ്പ് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിക്കണമെന്നുള്ളതാണ്. അതായത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ക്ഷണിച്ച് ഗവൺമെൻറ് രൂപീകരിക്കുക, അവർ നിയമസഭയിൽ തെളിയിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രണ്ട് സുപ്രധാനമായിട്ടുള്ള വിധി അവിടെയുണ്ട്. അപ്പോഴാണ് ഗവർണർ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ചരട് വലിയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഒരു പാർട്ടിക്കും ഇങ്ങനെ കേവല ഭൂരിപക്ഷമില്ലാത്തപ്പോൾ ഗവർണർ രണ്ട് രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഒന്നാമത്തെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു, അപ്പോൾ ഒരുപാട് പാർട്ടികൾ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടുകൂടിയിട്ട് ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ട് ഗവർണറോട് പറയും ഞങ്ങൾക്കാണ് ഭൂരിപക്ഷമുള്ളതെന്ന്. അപ്പോൾ ഗവർണർ അതുവരെ വെയിറ്റ് ചെയ്യും, അതിനുശേഷം അവരെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുള്ള ഒറ്റക്കക്ഷി ക്ഷണിക്കും, അവർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചോട്ടെ എന്ന് ഗവർണർ വിചാരിക്കും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ച് ചരിത്രം പറയാം, അല്ലെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. ഒന്നാമത് 2017 ഗോവ അസംബ്ലി ഇലക്ഷനാണ്. അവിടെ മൊത്തം കൂടെ 40 സീറ്റാണ്. അപ്പോൾ ഭൂരിപക്ഷത്തിന് വേണ്ടത് 21 സീറ്റാണ്. റിസൾട്ട് വന്നപ്പോൾ കോൺഗ്രസിന് 17 സീറ്റ്, BJPക്ക് 13 സീറ്റ്, പിന്നീടുള്ള 10 സീറ്റ് ചെറിയ ചെറിയ പാർട്ടികൾക്കും സ്വതന്ത്രർക്കുമായിരുന്നു. അപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ല. 17 സീറ്റ് കൂടുതലുള്ള കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഈ BJP അവിടെയുള്ള ഈ മറ്റു പാർട്ടികളുമായിട്ടും ചെറിയ ഇൻഡിപെൻഡൻറ്റ് സ്വതന്ത്രമായിട്ട് മത്സരിച്ച വ്യക്തികളുമായിട്ടും ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയിട്ട് ഗവർണറെ സമീപിക്കുകയാണ്. ഞങ്ങളാണ് ഏറ്റവും വലിയ കക്ഷി എന്നും പറഞ്ഞിട്ട് ഗവർണർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു BJP ഉണ്ടാക്കിയ ആ ഒരു സഖ്യത്തെയായിരുന്നു കോൺഗ്രസ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ള ഞങ്ങളെയാണ് ക്ഷണിക്കേണ്ടത് എന്നുള്ളതായിരുന്നു. പിന്നീട് 2017 മണിപ്പൂർ അസംബ്ലി ഇലക്ഷനിലും 2018 മേഘാലയ അസംബ്ലി ഇലക്ഷനിലും സംഭവിച്ചത് ഇത് തന്നെയായിരുന്നു. കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്ന ഒറ്റക്കക്ഷി. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ BJPയും മറ്റ് അല്ലെങ്കിൽ പ്രമുഖ പാർട്ടികളുമൊക്കെ ഒരു സഖ്യമുണ്ടാക്കുകയും ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം എന്ന് പറയുകയും അവരെയായിരുന്നു ഗവർണർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഏറ്റവും വലിയ ട്വിസ്റ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം എന്തെന്നാൽ വിജയ് മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, പക്ഷേ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുമല്ലേ. അതിനെല്ലാം ഉത്തരമാണ് 2018 കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് എന്നുള്ളത്. 2018 കർണാടക അസംബ്ലി ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ അവിടെ ആകെയുള്ള ടോട്ടൽ സീറ്റ് എന്ന് പറഞ്ഞാൽ 224 അതായത് ഭൂരിപക്ഷത്തിന് വേണ്ടത് 3 സീറ്റാണ്. റിസൾട്ട് വന്നപ്പോൾ BJPക്ക് 104 സീറ്റ്, കോൺഗ്രസിന് 80 സീറ്റ്, JDS ജനതാദളിന് 37 സീറ്റ്, മറ്റ് സ്വതന്ത്രർക്ക് 3 സീറ്റ്. ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ആർക്കും കേവല ഭൂരിപക്ഷമില്ല. അങ്ങനെ കർണാടക ഗവർണർ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരുന്ന BJPയെ 104 സീറ്റ് ഉണ്ടല്ലോ അവരെ ഗവൺമെൻറ് ഉണ്ടാക്കാൻ വിളിക്കുകയാണ്. അവർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാകുകയാണ്. പക്ഷേ സംഭവിച്ച കാര്യം എന്തെന്നാൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റു തൊട്ടടുത്ത ദിവസങ്ങളുണ്ടല്ലോ, ഒരു 5 ദിവസത്തിനുള്ളിൽ തന്നെ കോൺഗ്രസും ജനതാദളും കൂടിയിട്ട് ഒരു സഖ്യമുണ്ടാക്കുകയാണ്. കോൺഗ്രസിന് 80 സീറ്റും JDSന് 37 സീറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ 113 സീറ്റായിട്ടുള്ള ഒരു സഖ്യമായിട്ട് അവർ മാറുകയാണ്. തൊട്ടുപുറമെ തന്നെ നിയമസഭയിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണ്. അങ്ങനെ പാസ്സാക്കുമ്പോൾ ഈ BJP സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും. 113 സീറ്റാണ് വേണ്ടത്, ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ യെദ്യൂരപ്പ രാജിവെക്കുകയാണ്. എത്ര ദിവസത്തിനുള്ളിൽ? 6 ദിവസത്തിനുള്ളിൽ. 6 ദിവസം മാത്രം മുഖ്യമന്ത്രി ആയിരുന്നിട്ട് രാജിവെക്കേണ്ട ഒരു മനുഷ്യൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് 2018 ഇലക്ഷന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യമാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഏകദേശം 14 മാസങ്ങൾ കഴിയുമ്പോൾ, അതായത് 1 വർഷവും 2 മാസം കഴിയുമ്പോഴും ഇതേ കോൺഗ്രസും JDSും തമ്മിൽ തല്ലി പിരിയുകയാണ്. അതായത് നമുക്കൊരിക്കലും പൊരുത്തപ്പെടാത്ത പാർട്ടികളുമായിട്ട് ഒരു അവിശുദ്ധ ബന്ധം, ഒരു അവിയൽ മുന്നണി ഉണ്ടാക്കിയാൽ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു ഇലക്ഷൻ അല്ലെങ്കിൽ ഒരു സംഭവം കൂടിയാണ് കർണാടകയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പല MLAമാർ രാജിവെക്കുകയാണ്, 2 MLAമാർ BJPയിലേക്ക് മറുകണ്ഠം ചാടുകയാണ്. അപ്പോൾ BJP എന്താണ് ചെയ്തത്? അവർ തിരിച്ച് അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയാണ്. ഇതേ കോൺഗ്രസ് JDS സഖ്യത്തിന് ഭൂരിപക്ഷം തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അന്ന് മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റിട്ടുണ്ടായിരുന്ന ജനതാദളിൻ്റെ SD കുമാരസ്വാമിക്ക് രാജിവെക്കേണ്ടി വരികയാണ്. ആദ്യം ഒരാൾ 6 ദിവസത്തിനുള്ളിൽ രാജിവെച്ചു, ഇദ്ദേഹത്തിനാണെങ്കിൽ 1 വർഷവും 64 ദിവസം കഴിയുമ്പോൾ രാജിവെക്കേണ്ടി വരികയാണ്. പിന്നീട് സംഭവിച്ച കാര്യം എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് പല MLAമാരും രാജിവെച്ചിട്ടുണ്ടായിരുന്നു. 2 MLAമാർ BJPയിലേക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നടന്ന ബൈ ഇലക്ഷന് BJPക്ക് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ്. എന്തായാലും 2019 ജൂലൈ 26 വീണ്ടും യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഉദാഹരണമായിട്ട് വിജയ്ക്ക് എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് ഭൂരിപക്ഷം തികച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഗവൺമെൻറ്റിൽ എന്തായിരിക്കും കാര്യങ്ങളൊക്കെ നടക്കുക എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2018
2018 കർണാടകയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. 6-ാം ദിവസം രാജി, പിന്നീട് 1 വർഷം 60 ദിവസം കഴിഞ്ഞപ്പോൾ രാജി, പിന്നീടും ആദ്യം രാജിവെച്ച ആൾ അധികാരത്തിൽ കയറുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് സിനേറിയോസ് തമിഴ്നാട്ടിൽ സംഭവിക്കാം, കൃത്യമായിട്ടുള്ള ഒരു ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ. ഇനി എന്തായിത്തീരും ഈ സംഭവങ്ങളുടെ ഭാവി എന്തെന്നാൽ, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു സൊല്യൂഷൻ വന്നിട്ടുണ്ടാവും. അധികാരം കിട്ടുന്ന കളികളുണ്ടല്ലോ, അവിടെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. AIADMK എന്ന് കുറച്ച് RMLA ഇപ്പുറത്തേക്ക് ആടും, അവർക്ക് കോടികൾ ഓഫറും മന്ത്രിസ്ഥാനവും വാഗ്ദാനം ചെയ്താൽ ആരാണ് മാറാത്തത്? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ പെട്ടെന്ന് റെസൊല്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ പുതിയ വാർത്തകൾ വന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഇതൊന്നും നീ അറിഞ്ഞില്ല എന്ന് ചോദിക്കരുത്, കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞൂടല്ലോ, പിന്നീട് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അത് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് ഇതിനെല്ലാം പരിഹാരമുണ്ടാകും. വിജയ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയായിട്ട് അധികാരമേൽക്കുകയും ചെയ്യും. പക്ഷേ ഈ ഒരു പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന് മുമ്പിലുള്ളത്. ഭൂരിപക്ഷം തയ്ക്കാതെ മുഖ്യമന്ത്രി ആയാലും അവിശ്വാസ പ്രമേയം പാസ്സാക്കിയാൽ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും. അതും ഒരു പ്രശ്നമല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്. വലിയൊരു പൊളിറ്റിക്കൽ സിനേറിയോ, വലിയൊരു ട്വിസ്റ്റ്, വലിയൊരു കുതിര കച്ചവടത്തിനൊക്കെ ആയിരിക്കും ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വിജയുടെ മുമ്പിലുള്ള വെല്ലുവിളി എത്രത്തോളമാണ്? ഞാൻ വെല്ലുവിളിനെ മാത്രം പറയുന്നുള്ളൂ കേട്ടോ, ആകത്തില്ല എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റുള്ള വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.